നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം രാവിലെ മുതൽ ഉറ്റുനോക്കിയൊരു വാർത്തയായിരുന്നു ഗോവിന്ദച്ചാമി പിടിയിലാകുമോ എന്നുള്ളൊരു വാർത്ത. അതായത് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ആ അരക്കയ്യൻ അയാൾ പിടികൂടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളെ പിടികൂടിയില്ലെങ്കിൽ പല ആപത്തുകളും പല പെൺകുട്ടികളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി അയാളെ ആളൊഴിഞ്ഞ ഒരു വീട്ടിലെ കിണറ്റിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസിനൊക്കെ വലിയ രീതിയിൽ തന്നെ കയ്യടിക്ക് കിട്ടുന്നുണ്ട്. കാരണം മണിക്കൂറുകൾ കൊണ്ട് തന്നെ അയാളെ പിടികൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇയാളെ പിടികൂടി എന്ന് പറയുമ്പോഴും എല്ലാ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. തങ്ങളിലൂടെയാണ് ഈ വാർത്ത പുറംലോകം അറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുമ്പോൾ ഒരാൾ പല കമന്റുകൾ ഉയർന്നുണ്ട്. അതിൽ ഒരു കമന്റ് ഇങ്ങനെയാണ്: കേരള പോലീസിനെ കണ്ണുവെട്ടിച്ച് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാനാകും, പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചും അയാൾക്ക് ഇവിടെ നിന്ന് കടക്കാൻ കഴിയില്ല എന്നാണ് പല കമന്റുകളും ഉയർന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഒരു കമന്റ് കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു ചിരി വരുമെങ്കിലും നമ്മുടെ ഈ ഒരു മീഡിയയുടെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കമന്റാണിത്. കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വിഷയം നമ്മൾ നിസാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വൈദ്യുത വേലി അടക്കം മറികടന്നുകൊണ്ട് മതിൽ ചാടിയിരിക്കുന്നത്. എന്തിന്? അതായത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്നോണം 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ സംഭവിച്ച് പോലീസിനെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്നോ കൊണ്ട് വലിയൊരു ഡ്രാമ തന്നെ ഇപ്പോൾ ഇവിടെ നടത്തുന്നതിനിടയിലാണ് മാധ്യമങ്ങളെ ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു നോക്കുന്നത് മാധ്യമങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന തമാശ രൂപേണ പങ്കുവച്ചിരിക്കുന്ന ഒരു കമന്റ് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ സത്യം അത് തന്നെയാണ്. അതായത് മാധ്യമങ്ങൾ പുറകെ തന്നെയുണ്ട്. ഗോവിന്ദച്ചാമി പുറത്തു പോയി എന്ന് ഒരുപക്ഷെ അധികം ആളുകളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയില്ലായിരുന്നുവെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നില്ല. ഈ വാർത്ത ഇങ്ങനെ നിരന്തരമായിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ കുറച്ചുകൂടെ അതിൽ അലേർട്ടായിരിക്കുകയും അതിൽ ഇടപെടാൻ പോലും ധൈര്യം കാണിച്ചതും ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അതിൽ ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്ന ഒരു ഗോവിന്ദച്ചാമി ഉണ്ട്. അതായത് ഇച്ചിരി കുറച്ചുകൂടി വെളുത്ത് തുടുത്ത് തടിയൊക്കെ ഉള്ള ഒരു ഗോവിന്ദച്ചാമിയുടെ ഫോട്ടോ ആയിരുന്നു നമുക്ക് പരിചിതമായിരുന്നത്. പക്ഷെ ഇന്നു മുതൽ പുറത്തു വന്ന പല ചിത്രങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അതിൽ നിന്നൊക്കെ വേറിട്ടൊരു മുഖഭാവമായിരുന്നു അയാൾക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ആ പഴയ ഗോവിന്ദച്ചാമിയുടെ ചിത്രമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇയാളൊന്ന് പിടിയിലാകില്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അലേർട്ടായി കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ രൂപം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അപ്ഡേഷനൊക്കെ കൊടുത്തതും അത് മാത്രമല്ല ജയിൽ ചാടിയ സമയത്ത് അയാൾ ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രങ്ങളായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾക്ക് എവിടെ നിന്ന് മറ്റു വസ്ത്രങ്ങൾ കിട്ടി എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിൽ പോലും അയാൾ കൃത്യമായിട്ട് വസ്ത്രം മാറിയതിനു ശേഷമാണ് നാട്ടുകാരുടെ ഇടയിലൂടെ സാധാരണ ഒരു മനുഷ്യൻ പോകുന്നത് പോലെ പോയത്. അപ്പോൾ സാധാരണയായിട്ട് ഒരു തിരക്കുള്ള റോഡിലൂടെ ഒരു ആള് നടന്നു പോകുമ്പോൾ അയാൾ ആരാണ് എന്ന് നോക്കാനൊന്നും സാധാരണ ആരും ശ്രമിക്കാറില്ല. പക്ഷേ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത് കൊണ്ട് തന്നെ ആളുകൾ കുറച്ചുകൂടി അലേർട്ട് ആകുകയും അതിന്റെ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യമായിട്ട് ഇയാളെ കണ്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്നത്. എനിക്കൊരു വാർത്തകളൊക്കെ കണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അയാളുടെ പേര് വിളിച്ചു നോക്കുന്നത് എന്ന്. ബിനോജിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഇതിലുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചാൽ പോലീസിനെ അറിയിക്കണമെന്നൊരു അലേർട്ട് ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണ ഇത്തരത്തിലൊരു വാർത്തകൾ വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വാർത്തയിൽ കൃത്യമായ വിവരങ്ങൾ മാത്രമേ പോലീസിന് ലഭിച്ചുള്ളൂ. അതായത് 3 പേരിൽ നിന്നാണ് കൃത്യമായ വിവരം ലഭിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ജനങ്ങളും പോലീസും മാധ്യമങ്ങളും അടക്കം അലേർട്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സൈക്കോ പ്രതിയെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ. ഇയാൾ പുറത്തിറങ്ങി വിലസിരുന്നെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾക്ക്, എത്ര സ്ത്രീകൾക്ക്, എത്ര പേർക്ക്, അത് ഇയാൾക്ക് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇയാളുടെ ആ ഒരു ലൈംഗികാസക്തി ഇയാൾ തീർക്കുന്നത് തന്നെ. അപ്പൊ എത്ര പേർക്ക് ഭീഷണിയാകുമായിരുന്ന ഒരാളാണ്. ഇയാളുടെ പിന്നിൽ തന്നെ ഈ ഭിക്ഷാടന മാഫിയ, വൻ മാഫിയ തന്നെ പിടിയിലാവുന്നുണ്ട്. ഇത് ആ ഒരു ചോദ്യം, അതായത് ഇയാളെ രക്ഷിക്കുവാൻ ഒരു മാഫിയ തന്നെ പുറത്തുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം തന്നെ. അപ്പോൾ ആ മാഫിയക്കരികിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ പിടിയിലായി. അതിന് മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. മാത്രമല്ല മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. വാർത്താ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ അതിനൊരു റെസ്പെക്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ പലരും പുച്ഛിച്ച്
കാണുന്നുണ്ട്. ഈ അടുത്ത് കാർത്തിക് സൂര്യ എന്ന് പറയുന്ന ഒരു ആങ്കറിന്റെ ഒരു കല്യാണം, അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള ചില നടപടികൾ എനിക്ക് അതിൽ ഒരു പ്രധാന കാരണമായിട്ട് തോന്നിയത്, അവർ പറയുന്നത് മീഡിയാസിന് ഇവിടെ വരെയാണ് എൻട്രി, അവിടത്തേക്ക് അപ്പുറത്തേക്ക് തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ആണ് പേഴ്സണൽ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവർ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ സാബു എന്ന് പറയുന്ന ഒരു നടൻ ഈ വാർത്ത എടുക്കാൻ വന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് അവരുടെ വീഡിയോസ്, സെലിബ്രിറ്റികളുടെ വീഡിയോസ് എടുക്കാൻ വന്നിട്ടുള്ള അവരുടെ ഫേസ് ഒക്കെ കാണിക്കുന്ന ഒരു രീതിയും അത് വലിയ വൈറലാകുകയും അതിനെ ന്യായീകരിക്കാൻ കുറച്ച് ആളുകളൊക്കെ വരുന്നത് കണ്ടു. ഇവിടെയൊക്കെ പറയുന്നതും മാധ്യമങ്ങൾക്ക് ഉള്ളിൽ കൂടെ തന്നെയാണ് ഇവരൊക്കെ വലുതായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന മീഡിയാസ് കാരണമാണ് ഇവർക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ സഹായിച്ചിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് മീഡിയ ആണ്. പക്ഷേ അവർ ആ ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ തിരിച്ച് ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ. അത് മാത്രമല്ല, ഇപ്പം ഏതെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ പീഡന കേസോ അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താ ചാനലുകളൊക്കെ ഇതിന്റെ പിറകെ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. ഈ പറയുന്ന ഇതേ ആളുകൾ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ ചാനലൊക്കെ തന്നെയാണ് എടുത്തു നോക്കുന്നത്. അതായത് ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള മാധ്യമം എന്ന് പറയുന്നത് വാർത്താ ചാനലുകളാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അവരെ അപമാനിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയില്ല, ആ വാർത്ത എടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി. അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നത് പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ വരികയാണെ നിങ്ങൾക്കൊക്കെ വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന തരത്തിലേക്കാണ് പണിയാണ് എടുത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു കൂട്ടർ തന്നെ ഏറ്റവും അവസാനം മാധ്യമങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു അവസരം കൂടിയാണ് വരുന്നത്. ഒരവസരം കൂടെ ഇതിനു മുമ്പ് മറ്റേ കൊല്ലത്തൊരു കുട്ടിയെ കാണാതെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ആ കുട്ടിയെ അപായപ്പെടുത്താൻ വരെ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടിയെ കാണാനില്ല എന്നറിഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞ് അതൊരു മാധ്യമ ശ്രദ്ധ കിട്ടി എന്ന് അറിഞ്ഞതോടുകൂടിയാണ്, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവര് തിരിച്ച് കുട്ടിയെ ഒന്നും സംഭവിക്കാതെ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ എത്തിച്ചത് എന്നുള്ളതാണ്. അതായത് മീഡിയാസിനുള്ള പങ്ക്, മീഡിയയെ പുച്ഛിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇയാൾ ഭയങ്കരമായിട്ട് വർക്കൗട്ടൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ജയിൽ ചാടുവാനായിട്ട്. പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നു. ഇന്ന് കണ്ടപ്പോൾ തന്നെ, അതായത് കിണറ്റിൽ നിന്നും അയാളെ തൂക്കിയെടുക്കുമ്പോൾ തന്നെ കേരളക്കര ഞെട്ടിപ്പോയി. ഇതാണ് നമ്മൾ കണ്ട ഗോവിന്ദചാമി എന്നൊരു ചോദ്യം ചോദിച്ചു. കാരണം മൊത്തത്തിൽ അടിമുടി മാറ്റമായിരുന്നു. അത്രത്തോളം 15 കിലോയോളം ഇയാൾ തടി കുറച്ചിരുന്നു. അതുമാത്രമല്ല മുടി നീട്ടി വളർത്തിയിരുന്നു. ആകെ ഒരു വിരൂപമായ ഒരു രീതി. ഇയാൾ ജയിലിനുള്ളിൽ തന്നെ ഇയാൾ സൈക്കോ ആണെന്ന തരത്തിൽ, അല്ലെങ്കിൽ അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന തരത്തിൽ വരുത്തുവാനായി പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഇയാൾ ഓൾറെഡി ജയിലിലുള്ളവർക്കൊക്കെ ഭയങ്കര ശല്യം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. കാരണം മലമൂത്ര വിസർജനം ആ സെല്ലിനുള്ളിൽ തന്നെ നടത്തുക, അത് അവിടെ പോലീസുകാർ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരിക. പിന്നെ അത് മാത്രമല്ല, മലം വാരി എറിയുക, പുറത്തേക്ക് എറിയുക, ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇയാൾ ചെയ്തിരുന്നു. കൂടാതെ മാത്രമല്ല, ഇപ്പോ ഇയാളുടെ ഈ ഒരു രീതി, അതായത് ഗോവിന്ദചാമി ഇപ്പോൾ ജയിലിൽ ചാടി എന്ന് ആ ഒരൊറ്റ ടാഗ് ലൈനിനെ കാണും സാധാരണ ഒരു പ്രതി നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല ഇയാളെ താമസിപ്പിച്ചിരുന്നത്. ഇയാളുടെ മനസ്സിലുള്ള ഈ ഒരു അക്രമവും അതുപോലെ തന്നെ ഇയാളുടെ ആ ഒരു രീതികളും ഒക്കെ കൊണ്ട് തന്നെ ഇയാളെ സ്പെഷ്യൽ ആയിട്ടുള്ള കഠിന തടവ് പോലുള്ള ഒരു സെല്ലിലാണ് ഇട്ടിരുന്നത്. അതീവ സുരക്ഷയുള്ള ഒരു സെല്ലിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സെല്ലിന്റെ ജയിൽ കമ്പികൾ മുറിച്ചതിന് ശേഷം ഇയാള് 3ഓളം മതിലുകൾ ചാടിക്കടന്ന്, ഒരു 1.5 കൈ മാത്രമുള്ളൊരു മനുഷ്യനെ എങ്ങനെയാണ് ഇതിന് പറ്റുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും ഇയാളുടെ കയ്യിൽ ഇതിന് ഇനി എന്തെങ്കിലും ആക്രമണമോ പിടികൂടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ടൂൾ അടക്കം ഉണ്ടായിരുന്നെന്നാണ്. ചെറിയ ആയുധങ്ങൾ അടക്കമാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ തലയിലെ ആ ഭാണ്ഡക്കെട്ട് എന്ന് പറയുന്നത് ഇയാൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ആയുധങ്ങൾ അടക്കം എങ്ങനെ അവിടെ എത്തി? അത് മാത്രമല്ല, ഇയാൾക്ക് ബ്ലേഡിലെ ആ ഇത് കമ്പി കട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലേഡ് ജയിലിനുള്ളിൽ തന്നെ നിന്ന് സഹായം കിട്ടിയതാണെന്നും അയാൾ മൊഴി നൽകുന്നുണ്ട്. അപ്പോൾ ജയിലിനുള്ളിൽ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തുവാനായി ഒരു കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നു. അതിന് മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. പക്ഷേ മാസങ്ങൾ നീണ്ടതായിക്കോട്ടെ, മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പായിക്കോട്ടെ, വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഒരു കൊടും കുറ്റവാളിയാണ്
പോലീസിന്റെ കരവലയത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ 15 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടും അയാൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, അയാളെ കാത്ത് ഏതൊരു വലിയ മാഫിയ പുറത്തുണ്ട് എന്നത്. അതായത് ഇയാൾ ഇന്ന് ചെയ്തതിനേക്കാൾ ഡബിളായിട്ട് ഇയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു സംഘം തന്നെ ആയിരിക്കണം ഈ പുറത്തുള്ളത്. പക്ഷെ ആ സംഘത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ കേരള പോലീസിന്റെ കയ്യിൽ അയാൾ അകപ്പെട്ടു. അത് തന്നെയാണ് പ്രത്യേകമായിട്ട് മാധ്യമങ്ങളുടെ ഒരു പങ്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുമ്പോൾ നമുക്ക് അതിലൊരു അഭിമാനമാണ്. പോലീസ് അടക്കം അതിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് വളരെയധികം മികച്ചൊരു അഭിനന്ദനാർഹമായ ഒരു നേട്ടം തന്നെയാണെന്നുള്ളതാണ്.